ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെ കമ്പം ഭാഗത്താണ് കേട്ടോ. കമ്പത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലെ പാളയം ഭാഗത്തുള്ള കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് നീളം കൂടി പോയിട്ടുണ്ട് വീഡിയോയുടെ. അപ്പോൾ ഒരുപാട് ലെങ്ത്തിലൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വീഡിയോയും കുറച്ച് ലെങ്ത്ത് ഉണ്ട്, ക്ഷമിക്കുക. നമുക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു തനതായ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു പട്ടണമാണ് കമ്പം. ആ കമ്പത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കമ്പം കട്ടപ്പനയായ ഒരു KSRTC ട്രാവലിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്നു. നമുക്ക് ഇന്നിപ്പോൾ കമ്പം ടൗണിൽ കൂടെ പോയിട്ട് സുരുളി പോകുന്ന വഴി, സുരുളി വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് ഗ്രാമക്കാഴ്ചകളുണ്ട്, അതൊന്ന് കണ്ടുവരാം. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകൾ എടുക്കണം, ഗ്രാമക്കാഴ്ചകൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കിട്ടുന്ന സമയത്തൊക്കെ പോയി. കാരണം ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടുത്തു എന്നാണ് ആൾക്കാർ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 3-4 പേര് ഇവിടെ ഗ്രാമക്കാഴ്ചകൾ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇടുക്കിയിൽ നേരത്തെ അധികം ഗ്രാമക്കാഴ്ചകളൊന്നും ചെയ്യാൻ ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഞാനടക്കം ഒരു 4 പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായി മാറ്റി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കമ്പം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പം ടൗണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, നല്ല വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി ടൗണാണ് ഈ കമ്പം ടൗൺ. അപ്പം കമ്പം ടൗണിൽ കൂടെ കുറച്ച് കയറി ചെന്നാൽ നമുക്ക് മനോഹരമായ തമിഴ്നാടിൻ്റെ പച്ചപ്പാർന്ന കൃഷിയിടങ്ങളും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇതൊരു ട്രാവലായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇറങ്ങി നിന്ന് ഒരിടത്തും എടുക്കുന്നൊരു വീഡിയോ അല്ല ഇത്. ചില സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ. സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഒന്നാമത്തെ. പിന്നെ എല്ലാ ഭാഗത്തും ഒന്നും അങ്ങനെ ഇറങ്ങി നിന്ന് എടുക്കാനും പറ്റത്തില്ല. പക്ഷേ എങ്കിലും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം. കമ്പം ടൗണ് അതിൻ്റേതായ കുറച്ച് കാഴ്ചകൾ കാണാം ആദ്യം. കാരണം ഈ ഭാഗത്തൂടെ അല്ലാതെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കുകയില്ല. എങ്ങനെ വന്നാലും ഈ ടൗണിൻ്റെ കുറേ കാഴ്ചകൾ അതിനകത്ത് വരും. കമ്പം ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്നൊരു ജംഗ്ഷനാണിത്. കുറച്ചുകൂടെ മുന്നിൽ ചെന്നാൽ കമ്പം സെൻട്രൽ ജംഗ്ഷനൊക്കെ എത്തി. ഇവിടുന്ന് വേണം നമുക്ക് വഴി തിരിഞ്ഞു പോകാൻ. എനിക്ക് ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചപ്പാത്തിലെ പച്ചക്കാടെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ വ്ലോഗ് ചെയ്യാവുമെന്ന്. ശരിയാണ്, ആ ഭാഗത്തേക്കാരും പോയിട്ടില്ല. നമുക്ക് ശ്രമിക്കാം. ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ്. ഇടുക്കിയിൽ സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ വ്ലോഗൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ അഭിപ്രായം കുറേ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടുമടുത്തു എന്നും പറഞ്ഞ് വേറെ സ്ഥലങ്ങൾ കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കുള്ള കാഴ്ചകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നേ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഗാന്ധിശിലയൊക്കെ ഉണ്ടേ. ആ ഗാന്ധിശിലയുടെ അടുത്ത് നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇത് സെൻട്രൽ ജംഗ്ഷനിലുള്ള ആ ഒരു വലിയ ആൽമരവും അതിൻ്റെ ചുവട്ടിലൊരു ചെറിയ അമ്പലവും പിന്നെ മാർക്കറ്റ്, അങ്ങനെയുള്ള ജംഗ്ഷനൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പഴം, പച്ചക്കറി, പൂക്കൾ, ഇങ്ങനെയുള്ള വ്യാപാരമാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ. മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഉണ്ട് ഒരുപാട്. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന കൃഷിക്കാണ് കേട്ടോ. കൃഷി ചെയ്യാനായിട്ട് ഇവിടെ ഇവർക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ജലവും വൈദ്യുതിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ആ കൃഷി ചെയ്യാനൊരു ഉത്സാഹമുണ്ട്. മാത്രമല്ല ഇവിടെ ഇവർ ചെയ്യുന്ന കൃഷിയുണ്ടല്ലോ, ഈ കൃഷിയുടെ ഒരു ഫലം നമ്മളും അനുഭവിക്കുന്നുണ്ട്. ഞാൻ വേറൊന്നുകൊണ്ട് പറഞ്ഞല്ല, നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ വട്ടവടയൊക്കെ അല്ലാതെ എവിടെയും അധികം പച്ചക്കറിയൊന്നും ഉണ്ടാക്കാറില്ല. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു പച്ച ബസ് കണ്ടോ, ഇത് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്നതാണ് ഈ പച്ച ബസ്.
ആ ഒരു രീതിയിലൊരു വ്ളോഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം. ബസ്സിലിരുന്നുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ ഉള്ളൊരവസരത്തിനായി ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒത്തു വന്നിട്ട് വേണം അതൊന്ന് ചെയ്യാനായിട്ട്. വലിയ ചിലവുള്ള കേസൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിനായിട്ട് ഒരു ദിവസം മെനക്കെടണം. ഇപ്പം നമ്മൾ ഈ സുരുളിക്ക് പോകുന്ന വഴിക്ക് പോകുമ്പോൾ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം. ഈ വഴി സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വീടുകൾ ഇരിക്കുന്ന കാണാം. ഇതുകൊണ്ട് എല്ലാം ഒരേ ടൈപ്പിൽ ചെറിയ ചെറിയ വീടുകളാണ്. സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളായത്. റോഡ് സൈഡ് ചേർന്ന് ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഈ വീട്ടുമുറ്റത്തോടുണ്ടല്ലോ, ഇവർക്കെല്ലാവർക്കും ജലവും എല്ലാം ഈ ഇവിടുത്തെ തമിഴ്നാട് സർക്കാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നല്ല മനോഹരമായ പച്ചപ്പുള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. ഇതിലെ സുരുളി വാട്ടർഫാൾസ് കാണാനായിട്ട് ഒരുപാട് യാത്രക്കാർ പോകുന്നൊരു വഴിയാണ്. സുരുളി വാട്ടർഫാൾസിൽ നിലവിൽ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേനൽക്കാലമായതുകൊണ്ട്, വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അവിടെ അധികം മാത്രം വെള്ളമൊന്നും കാണത്തില്ല. മേഘമലയുടെ ആ മുകൾ ഭാഗത്തു നിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്ന ഒരു ഒരു വെള്ളച്ചാട്ടമാണ്. അരുവിയെന്നും ഒക്കെ പറയാം നമുക്ക്. പക്ഷേ അത് ഇവരൊരു വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെയാണ് ആ ഒരു അരുവിയെ കാണുന്നത്. പിന്നെ മറ്റുള്ളവർ അതൊരു ടൂറിസമായിട്ടും കാണുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടുള്ള യാത്ര വളരെ മനോഹരമാണ്. ഒരു വനത്തിനുള്ളിൽ കൂടെ ഒക്കെ കുറച്ച് യാത്ര ചെയ്ത് വേണം. നമ്മൾ നേരത്തെ അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ ഒരു 2 മഴയൊക്കെ പെയ്തതിന് ശേഷം നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പറയത്തക്ക ഒരു വെള്ളമൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി സൈഡിലൊക്കെ ഈ മരങ്ങളുടെ കീഴെ കൂടെയൊക്കെ ഈ വീടുകൾ ഇരിക്കുന്നുണ്ടോ. ഈ തമിഴ്നാട്ടിലെ ഈ പുളിമരവും പഞ്ഞിമരവും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ചൂടാട്ടോ. നമ്മളിപ്പോൾ പോകുമ്പോഴും ഇവിടെ വൈകുന്നേരം ആയെങ്കിലും നല്ല ചൂടുള്ള സമയം. ഇപ്പം നമ്മുടെ ഇടുക്കിയിലെ പോലെ അല്ല. നമ്മൾ ഇങ്ങോട്ടും അതുപോലെ കോട്ടയം ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിഭയങ്കരമായ ചൂടാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെയാകും. ഈ ഒരു മരമൊക്കെ കണ്ടോ, ഇതിനൊക്കെ കീഴെ കയറി കുറച്ച് നേരം അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നുവേ. അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ വരും നമുക്ക് കിട്ടുന്നത്. ഇതുകൊണ്ടോ വയൽപ്പാടങ്ങളൊക്കെ കണ്ടമൊക്കെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. 1 മാസം മുമ്പേ വരുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചേനെ. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്കൂടെയും നെൽപ്പാടത്തിനൊക്കെ ഇടയ്ക്കൂടെ ഉണ്ടല്ലോ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ടോ. അതൊരുപാട് മനോഹരമായ ഒരു കാഴ്ചയാണേ. ഇനിയും നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ഈ ഒരു ഗ്രാമപാതയിൽ കൂടെ. ഇതിൻ്റെ ഇരുവശത്തും നെൽപ്പാടങ്ങളൊക്കെയാണ്, കൃഷിയിടങ്ങളാണ്. പിന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊന്നും നമുക്ക് ഇറങ്ങിച്ചെന്നൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ കൃഷിയിടങ്ങളെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ അത് ബഹുമാനിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവരുടെ അന്നമാണ്, അവരുടെ ജീവനാണ്, എല്ലാമാണ് ഇവരുടെ കൃഷി. അവിടേക്ക് നമുക്കങ്ങനെ ഓടിച്ചെന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ പല പ്രാവശ്യം പലയിടത്തും ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു റോഡിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടാൽ മതി, ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്ത് വേണേൽ ചെയ്തോ. പക്ഷേ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വന്ന് ചെയ്യുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഇറങ്ങി ചെന്നിങ്ങനെ ചെയ്യുമ്പം വഴിയെ പോകുന്ന മറ്റൊരു വണ്ടിക്കാരൻ നിർത്തും. അപ്പം വേറൊരു ചിലപ്പോൾ അടുത്ത വരുന്നത് ടൂറിസ്റ്റ് ബസ്സായിരിക്കും. അപ്പോൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചവിട്ടിയും മതിച്ചും കളയും എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഇത്. അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരായി കഴിയുമ്പം കൃഷി ഇത് കാണാൻ വേണ്ടി ഇറങ്ങി പോകുന്ന വഴിക്കും കൃഷി ഉണ്ടാവുമല്ലോ. ഇത് ആരും ശ്രദ്ധിക്കത്തില്ല, ചവിട്ടിപ്പോവും. ഇതൊക്കെ ചെറിയ ചെറിയ തണ്ടുകളായിട്ട് നിൽക്കുന്ന സംഭവങ്ങളല്ലേ, വലിയ ബലമൊന്നുമില്ലല്ലോ. ഒരു ചവിട്ടി അവരുടെ ഒരു ചോട് കൃഷി അങ്ങ് പോകും. അതുകൊണ്ട് ആരും അതിനത്ര സമ്മതിക്കത്തില്ല. നമുക്ക് റോട്ടിൽ നിന്ന് കാണുകയൊക്കെ ചെയ്യാം. ഇതുപോലെ കണ്ടമൊക്കെ ഉഴുതു മറിച്ചിട്ടിരിക്കുക. അടുത്ത മഴയൊക്കെ നോക്കി നിൽക്കുവാണ്. ഇവിടെ അത്യാവശ്യം കമ്മത്ത് മഴയൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കുറേ മഴയൊക്കെ ഇങ്ങോട്ടും കിട്ടാറുണ്ട്. അത് ഏകദേശം തേനിക്ക് അടുത്ത് വരെ മഴയൊക്കെ ലഭിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ആ ഒരു വാങ്ങലിൽ. നമ്മൾ പറഞ്ഞ ആ ബസ് പോകുന്നുണ്ടോ, ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എന്തായാലും നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്
അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. ഇവിടെ ഒരു വലിയ ആലിങ്ങനെ ജട പോലെ വേരൊക്കെ ഇറക്കി നിൽക്കുന്നുണ്ടോ. തമിഴ്നാട്ടിൽ ഒരുപാട് ആൽമരങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഈ തമിഴ്നാട്ടിൽ ഒരു പച്ചപ്പോ അങ്ങനത്തെ ഒന്നുമില്ല, വെറും മരുഭൂമി പോലെ കിടന്ന സ്ഥലമല്ലേ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കാണും ഒരുതരം മുള്ളുചെടി. അത് ആ സമയത്തുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ മുഖ്യമന്ത്രി ആണ് ഇവിടേക്ക് ഈ ചെടികളൊക്കെ ഇറക്കി ഇവിടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത്. നമ്മളാ പുറകിൽ കൊണ്ടോ കുറച്ച് ആൾക്കാർ അവിടെ ഇത് മീൻ പിടിക്കുന്നുണ്ടോ. ഇത് ഈ ഒരു പുഴയുടെ ഓരത്തോടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇത് താഴെ ഒരു ചെറിയൊരു ചെക്ക് ഡാമും ഒരു പറവസ് പോലെ എന്തോ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ആ പുഴയുടെ ഒക്കെ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ കൃഷികളൊന്നും നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോകുന്ന വഴിക്കുന്ന നമുക്ക് സുർലിക്ക് നേരെ പോകാം. അവിടുന്ന് വലത്തോട്ടൊക്കെ വഴി തിരിഞ്ഞ് നമുക്ക് ഗുഡലൂർ ഭാഗത്തേക്ക് തിരിയാം. ഞാൻ ആ ഒരു റൂട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ ശകലം നിർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. പെന്നിക്കൊക്കിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പെന്നിക്കൊക്കാണ് ശരിക്കും തമിഴ്നാടിൻ്റെ ആ ഒരു ജലത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്ത ആൾ. ഇതാണ് ഒരു ചെറിയ ചെക്ക് ഡാമും അതിനോടെന്ന് വെച്ചൊരു കുഞ്ഞു പവർ ഹൗസ് എന്തോ സംവിധാനം ഇവിടെയൊക്കെ ഉണ്ട്. അവരേതായാലും കിട്ടുന്ന ജലം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അവർ ശരിക്കും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതെനിക്കറിയാം. അപ്പം നമ്മൾ ഈ സുള്ളിക്ക് പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളുണ്ടോ. തെങ്ങും തോപ്പും. അങ്ങനെ നമ്മുടെ കേരളത്തിൽ പോലും ഇത്ര തെങ്ങുണ്ടാവില്ലേ, അതുപോലെ തെങ്ങായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അതുപോലെ എല്ലാ കൃഷികളും, വാഴയുണ്ട്, കപ്പ കൃഷിയുണ്ട്, എന്ത് പറയുന്നു, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ സുരുളിപ്പെട്ടി എന്ന് പറഞ്ഞ ആ ഒരു ടൗണിലേക്ക് എത്തിയേ. ചെറിയൊരു ടൗണാണ്. മനോഹരമായ ഒരു അമ്പലമൊക്കെ കാണാം, നല്ല ഗോൾഡൻ കളറിൽ കണ്ടോ. തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളാണ്. അവിടെ ഒരു ആൽമരം മുഴുവനും അവർ ഇങ്ങനെ ഒരു മഞ്ഞൾ കലക്കി ഒഴിച്ചേക്കുക. അതിൻ്റെ ഒരു മഞ്ഞ നിറം, അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ചെറിയ ഗ്രാമങ്ങളും കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. പക്ഷേ ഇവിടെ മുഴുവൻ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെയാണ് കൂടുതലും. ആ പഴയ തനതായിട്ടുള്ളൊരു ഇതൊന്നും അധികം കാണുന്നില്ല. നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇതിനിടയ്ക്കൂടെയുള്ള ആ കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സാധാരണക്കാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഇവർ താമസിക്കുമ്പോൾ എല്ലാവരും ഒരു മേഖലയിൽ തന്നെ താമസിക്കുന്നത്. ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ കുറച്ച് ദൂരെയായിരിക്കും. കൃഷിയിടത്ത് ഇവർ അങ്ങനെ വീടൊന്നും വയ്ക്കാറില്ല. അത് കൃഷിയിടമായിട്ടും താമസസ്ഥലമായിട്ടുമാണ് വേർതിരിച്ച് നിൽക്കുന്നത്. കേട്ടോ, ഇവരെല്ലാം അടുപ്പിച്ചേ താമസിക്കുകയുള്ളൂ. ഈ തമിഴ്നാട്ടിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ ട്രാക്ടർ. കേട്ടോ, ഇപ്പോൾ ഒരു ട്രാക്ടറും കടന്നു പോയുണ്ടോ. എവിടെ നോക്കിയാലും നമുക്ക് കാണാം. തോട്ടത്തിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരാനും വിറവ് കൊണ്ടുവരാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തേയിലത്തോട്ടങ്ങളിൽ മാത്രമേ ഇപ്പോൾ ട്രാക്ടർ അധികമുള്ളൂ. അല്ലെങ്കിൽ കൃഷി മേഖല കൂടുതലുള്ള പാലക്കാട്, കൊല്ലങ്കോട് ആ മേഖലയൊക്കെ കണ്ടം ഉഴുതു മറിക്കാനൊക്കെ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കണ്ടം ഉഴുതു മറിക്കാൻ ഉപയോഗിക്കുന്ന ട്രാക്ടർ വേറൊരു മോഡൽ, ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പാണ്. ലോഡ് എടുക്കുന്നതും രണ്ടാണ്. സുരുളിപ്പെട്ടിയിലെ കാഴ്ചകൾ തീരുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ ചുടുകട്ട ഉപയോഗിച്ചാണ് വീടുകളുടെ നിർമ്മാണം കൂടുതലും. ആ വീടുകൾക്കൊരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊരു ചതുരമായ സ്ക്വയർ മോഡലിലാണ് വീടുകൾ കൂടുതലും നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവർ മേൽക്കൂര കെട്ടിയുള്ള വീടുകൾ വളരെ അപൂർവമാണ്. വല്ലപ്പോഴും അങ്ങനെ ഇടയ്ക്ക് കണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു വേറൊരു വ്യത്യാസം. ഇതാ വരുന്നൊരു ട്രാക്ടർ ഉണ്ടോ. ഈ വഴിക്കെല്ലാം പച്ചക്കറിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ കിടക്കുന്ന വാഹനങ്ങളാണ്, ലോറിയും മിനി ലോറിയും ഒക്കെ. ഇതൊക്കെ ചെറിയ ട്രാവലിംഗ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന വാഹനങ്ങളാണ്. വീണ്ടും നമ്മളൊരു അമ്പലത്തിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തി. കേട്ടോ, ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഒത്തിരി കളർഫുള്ളായിട്ട് അത് നിർമ്മിക്കുകയുള്ളവർ.
ഇനിയും ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോകണം. ഇതാ ഇവിടെയൊക്കെ കണ്ടോ, നല്ല അടിപൊളി കൃഷിയിടങ്ങളാണ്, മുന്തിരിപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക്. തമിഴ്നാട്ടിലിപ്പം മുന്തിരി കൃഷി നല്ല രീതിയിൽ വരുന്നുണ്ട്. മുന്തിരിക്ക് നല്ല ചിലവുണ്ട്. അതുപോലെ മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമായിട്ട് മാറി ടൂറിസത്തോടു കൂടിയുള്ള ഒരു ബിസിനസ്സും മറ്റു പരിപാടികളൊക്കെയാണ് അവിടെ. തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന മുന്തിരിങ്ങയൊക്കെയാണ്. വീണ്ടും നമ്മളൊരു അമ്പലത്തിൻ്റെ ഒക്കെ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. അതാണ് മെയിനായിട്ടൊരു കാഴ്ച. നല്ല മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരു സൈഡിലും മനോഹരമായ തെങ്ങിൻ തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. ഇനി ഇറക്കി കുറച്ച് ആ ഒരു യാത്രയുടെ സൗണ്ടും ഒക്കെ കേൾക്കാട്ടോ. കാരണം നമ്മൾ കൃഷിയെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ നോക്കിയേ, ആ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. വഴിയിലേക്ക് ചാഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനേ. നമ്മുടെ ഇടുക്കിയിലേക്ക് വന്ന ഏലത്തോട്ടം നിൽക്കുന്ന പോലെ ഇവിടുത്തെ തെങ്ങും തോട്ടം. ഏലം താഴ്ന്ന നിൽക്കുന്ന, തെങ്ങ് പൊങ്ങിയാ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ തെങ്ങ് കൃഷി കൊണ്ട് ഒരുപാട് വരുമാനമുണ്ട് കേട്ടോ. കരിക്ക് കൊത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു വരുമാനം ഇവിടുത്തെ. തേങ്ങ വേറെ ഉണ്ട്. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സുള്ളിക്ക് പോകുന്ന വഴിക്കുന്ന് റൈറ്റ് കയറി നമ്മൾ ഗൂഡല്ലൂർ റോഡിലേക്ക് വേണം പോകാനായിട്ട്. പുതിയ പുതിയ തെങ്ങും തൈകളൊക്കെ അതിനുള്ളിൽ കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ദൂരമുള്ളൊരു യാത്രയാണ്. ഞങ്ങളൊരു ഞായറാഴ്ച ഈ വീഡിയോ എടുക്കുന്നു കേട്ടോ. പക്ഷെ തമിഴ്നാട്ടിൽ ഞായറാഴ്ച തിങ്കളാഴ്ച എന്നൊന്നുമില്ല. എല്ലാ ദിവസവും തന്നെ അവര് കൃഷിയിടത്തിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. കാരണം ഇതിനങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. കൃഷിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ. ഒരു ചെറിയ ഒരു ഗ്രാമത്തിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇതും ആ സുരുളിപ്പെട്ടിയുടെ ഒരു ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്ക് വഴി സൈഡിൽ ഒരുപാട് മനോഹരമായ ചെറിയ ചെറിയ വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട്. ആൾക്കാർ കുറവാണ് കേട്ടോ. എല്ലാവരും ഓരോരോ വഴിക്ക് പോയിരിക്കാൻ തോന്നും. അല്ലെങ്കിൽ ഇതൊരു വൈകുന്നേര സമയമാണ്. നമ്മൾക്ക് ഒരുപാട് ജനങ്ങളൊക്കെ കാണേണ്ട ഒരു ടൈമാണ്. പിന്നെ ഞായറാഴ്ചയല്ലേ, അവർ ജോലിയൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കമ്പത്തേക്കും ടൗണിലേക്കും ഒക്കെ പോയിട്ടുണ്ടാവും. ഇവിടുത്തെയൊക്കെ ജനങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, കണ്ടു മനസ്സിലാക്കിയിടത്തോളം അവർ ഭയങ്കര അധ്വാനശീലരാണ്. കൃഷിയിടത്തിലൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് അത്ര ഒരു ബെറ്റർ അല്ല. ഇടയ്ക്ക് ഇച്ചിരി ഗട്ടറൊക്കെ ഉള്ള ഒരു വഴി കൂടെ പോകുന്നത്. വീഡിയോയ്ക്ക് നല്ലൊരു കുലുക്കമൊക്കെ വരുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ ഇച്ചിരി നല്ലൊരു റോഡിലേക്ക് വന്നേ. തമിഴ്നാട്ടിൽ പൊതുവെ അത്ര മോശം റോഡൊന്നും ഒരു സ്ഥലത്തും ഇല്ല. അത്യാവശ്യം നല്ല റോഡുകളാണ് ഈ കാണുന്ന പോലെയൊക്കെ. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ടൗണിലാണെങ്കിലും എല്ലാം. കാരണം ഇവിടെ നിരന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് റോഡുകൾ നിർമ്മിക്കുവാനും ഒക്കെ ഒത്തിരി അവർക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ മഴ പെയ്തുള്ള വെള്ളത്തിലൊക്കെ റോഡ് നശിച്ചു പോകുന്നതൊക്കെ ഒരുപാട് കുറവാണ്. മലമ്പ്രദേശങ്ങളിലൊക്കെ ആകുമ്പം വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലൊക്കെ വന്ന റോഡൊക്കെ തകർന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഈ റോഡിനൊക്കെ നല്ല ലൈഫുണ്ട്.
വീണ്ടും നമ്മൾ തെങ്ങും പുരയിടത്തിൽ കൂടെയുള്ള യാത്രയാണ്. റോഡിന്റെ ഇരുവശത്തും മനോഹരമായ തെങ്ങിൻ തോട്ടങ്ങളൊക്കെയാണ്. ഈ തെങ്ങ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കയറി നോക്കി കഴിഞ്ഞാലോ എത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നതെന്നറിയോ. അതിനുള്ള ആവശ്യമില്ല ഒരു മടലോ ചൂട്ടോ ചണങ്ങോ ഒന്നും കിടപ്പുണ്ടാവില്ല. അവരെല്ലാ ദിവസവും വന്ന് അതെല്ലാം പെറുക്കി മാറ്റി വെട്ടിക്കൂട്ടി ഒരു ഭാഗത്തിട്ട് കത്തിച്ച് കളയാനുള്ള കത്തിച്ച് കളയും, വിറകിനെടുക്കാനുള്ള വിറകിനെടുക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു വഴിക്കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ പുഴയ്ക്ക് കുറുകെയുള്ളൊരു പാലം, രണ്ട് സൈഡിലും പച്ചപ്പാർന്ന മനോഹരമായ ഗ്രാമഭംഗി, കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങൾ. ഇതാ ഒരു ട്രാക്ടർ വരുന്നുണ്ടോ. ഈ മോഡല് വലിയ സൈസ് ട്രാക്ടറാണ് ഇവിടെ ഈ കണ്ട ഉഴുതാനും മറ്റും ഉപയോഗിക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്. ചെറിയ ടൈപ്പ് ട്രാക്ടർ കൂടുതലും കൃഷിയിടത്തിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ ടൗണിലേക്കൊക്കെ എത്തിക്കാനുള്ളതാണ്. ഇവിടെയൊക്കെ കുറച്ചൊക്കെ കണ്ടമെല്ലാം ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. ഈ പയറൊക്കെ വിതച്ചിട്ടുണ്ട്. ബീൻസ് പയർ, വള്ളിപ്പയർ, അച്ചിങ്ങ പയർ മുതലായ പയർ വർഗ്ഗങ്ങൾ ഇവിടുന്ന് ധാരാളം ഇവർ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, പച്ചക്കറികൾ ഒരു ഭൂരിഭാഗവും ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് കുറേശ്ശെ കൃഷിയിടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഇറങ്ങി നിന്ന് കാണാനുള്ള ഒരു അവസരമില്ല. ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ ഇടുക്കിയിലും ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആരും കുറ്റം പറയുന്നില്ല. മലയാളികളുടെ തോട്ടത്തിന് പ്രത്യേകിച്ച് ഗേറ്റോ വേലിയോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതൊരു ഓപ്പൺ പ്ലേസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ ഇവരിവിടുന്ന് വന്ന് അവിടെ ചെയ്യുന്ന കൃഷി ഇടത്തിന് മനോഹരമായ ഗേറ്റ്, അതുപോലെ മതില്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ ആവശ്യം കഴിഞ്ഞാൽ ലോക്കൊക്കെ ചെയ്തിട്ട് പോകും. ഇവിടെ ഇതാ കുറെ തക്കാളി കൃഷിയാണ്. അവിടെ നിന്ന് ഒരു ബസ് വരുന്നുണ്ടോ, തമിഴ്നാടിന്റെ പിങ്ക് ബസ്. ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഒന്നും ടിക്കറ്റ് ഇല്ല. ചെറുപ്പക്കാർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. അത് മറ്റുള്ളവരുടെ പൈസ കൂടെ കൂട്ടി അവർ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ട്രാക്ടർ വരുന്നുണ്ടോ, അതിൻ്റെ ആ ഒരു രാജകീയമായ വരവുണ്ടോ. തടി കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം നമുക്ക് ഈ ട്രാക്ടറിന്റെ പുറകെ പോകേണ്ടതുണ്ട്. ഇതിലേ പോയാൽ നമുക്കൊരു ഷോർട്ട് കട്ട് വഴിയുണ്ടെന്ന് ഒരാൾ പറഞ്ഞ്, അതായത് ഈ വഴിക്ക് നമുക്ക് പോകാം. ഈ ഒരു റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. പക്ഷേ ഇടത്തോട്ടുള്ള വഴിയെ പോവുകയായിരുന്നെങ്കിൽ ഗൂഡല്ലൂർ ടൗണിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ റോഡ് പോയിട്ട് വീണ്ടും കമ്പം ടൗണിലേക്ക് തന്നെ കയറും തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ വഴി പോകാം. ഇതിലേ പോയാലും മനോഹരമായ ആ ഒരു ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇവിടെയും തെങ്ങും അങ്ങനെയുള്ള കൃഷികളൊക്കെ തന്നെയാണ്. വാഴക്കൃഷിയുണ്ട്. വാഴയൊക്കെ കുലച്ച് നിൽക്കുവാണ്. ശബരിമല സീസൺ ആകുമ്പോഴാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുൽകൃഷിയുണ്ട്, കരിമ്പും കൃഷിയുണ്ട്. തടി കയറ്റി പോകുന്ന ആ ട്രാക്ടർ നമ്മുടെ മുന്നിൽ പോകുന്ന ഒരു കാഴ്ച ഉണ്ടോ. വലിയ മരങ്ങളാണ് അതിൽ മുറിച്ച് കയറ്റി വെച്ചിട്ടുള്ളത്. ചെറിയ വാഴ തൈകളൊക്കെ കാണാം. നമുക്കിനിയും കുറേ ദൂരം കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെയും വലിയൊരു ആല് ജടയൊക്കെ തൂക്കി ഇങ്ങനെ വഴി സൈഡിൽ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയുണ്ട്. അതിനോട് ചേർന്നൊരു മനോഹരമായ ഒരു അമ്പലവും ഉണ്ട്. ഒരാൽമരം ഉണ്ടെങ്കിൽ അതിന് ചേർന്ന ഒരു അമ്പലവും ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ കൂടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. ഇവന്മാര് കടിക്കത്തൊന്നുമില്ല, നമ്മളെ വിരട്ടും അവര്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് വേട്ടപ്പട്ടികളും ഉണ്ട്. നീളം കൂടി
പൊക്കമുള്ള ഒരു തരം നായ്ക്കളുണ്ട്, കഴുത്ത ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട്. അത് ഇവരുടെ വേട്ട നായ്ക്കളാണ് കേട്ടോ. അവന്മാരൊക്കെ പ്രശ്നക്കാരാണ്. ഇവിടെ വന്ന് ഇറങ്ങി ചുമ്മാ അവരുടെ ഗ്രാമങ്ങളിലും വീടുകളിലോട്ടും ഒന്നും കയറാൻ ശ്രമിക്കരുത്. ഇനിയും നമ്മളൊരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തി. പക്ഷേ ഏത് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്, ജനങ്ങൾ ഒത്തിരി കുറവാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ ടൗണിലേക്ക് പോയിരിക്കുകയായിരിക്കും. ഈ വൈകുന്നേരം ഈ 5 മണി സമയമായ സമയത്ത് ഇവിടെ ആരും ഇല്ലെന്ന് പറയുമ്പോഴേ, ആരുമില്ലാഴികയല്ല, ജനങ്ങൾ കുറവാ കാണുന്നത്. ഇവിടെ എന്തോ ഒരു പാർട്ടിയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കുറച്ച് ദൂരം കൂടെ പോയാൽ നമുക്ക് കമ്പം ടൗണിലേക്ക് തന്നെ ചെല്ലാം. ഞാൻ വഴിക്കുന്ന ഒരാളോട് വഴി ചോദിച്ചപ്പോൾ ഈ വഴി കമ്പത്തേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. നമ്മളുടെ കേരളത്തിൽ പോലും ഇത്രയും പച്ചപ്പില്ല കേട്ടോ. ഇത്ര മനോഹരമായ ഒരു പച്ചപ്പ് നോക്കി. അത് എന്നാന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം കേരളത്തിൽ മഴ പെയ്തപ്പോഴും ഈ കമ്പം ഭാഗത്തൊക്കെ അതിനിടയ്ക്കും നല്ല ശക്തമായ മഴ ഉണ്ടായിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഇത്രയും ഒരു പച്ചപ്പൊക്കെ കാണുന്നത്. വീണ്ടും ഒരു ചെറിയ ഗ്രാമം. ഇങ്ങനെ ഒരു 3, 4, 5 കിലോമീറ്ററിന് ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നമുക്ക് കിട്ടും ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അവിടെ ഒരുപാട് വീടുകളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു ട്രാക്ടർ കിടപ്പുണ്ടേ. ഈ മേഖലയെല്ലാം അവർ ഗ്രീൻ നെറ്റ് അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻ നെറ്റിന്റെ പരിപാടി തമിഴ്നാട്ടിലേക്കും വരുന്നുണ്ട്. ഇവർ പൊതുവെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുറച്ച് ഉപയോഗിക്കാറുള്ളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആ ഒരു രീതി കണ്ടിട്ട് ഇവരും ഗ്രീൻ നെറ്റൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. മേഘമലയുടെ ദൂരക്കാഴ്ചകളാണ് ആ വലതു സൈഡിൽ നമുക്ക് കാണാവുന്നത്. ഒരു കമത്തി കെട്ടിയ വീട് സൈഡിൽ ചെറുതായിട്ട് കണ്ടു കേട്ടോ. അങ്ങനത്തെ വീടുകൾ ഇവിടെ അപൂർവമായി കാണാറുള്ളൂ. എല്ലാം സ്ക്വയർ മോഡൽ വീടുകളാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന കണ്ടു. ഒരു പിങ്ക് കളറിലൊരു വീടൊക്കെ കാണാം. ഇതാ ഒരു പാടശേഖരം, പക്ഷെ കൃഷിയൊന്നും അവിടെ ഇല്ല. തമിഴ്നാട്ടിൽ ഇപ്പൊ പൊതുവെ കൃഷിയുടെ ഒരു സമയം അല്ല എന്ന് തോന്നുന്നു. ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് തക്കാളിയും പച്ചമുളകും പയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുള്ളൂ വന്ന വഴിക്ക്. ഇവിടെ ഒരു പെന്തക്കോസ് ചർച്ച് നമുക്ക് കാണാം. തമിഴ്നാട്ടിലും ഉണ്ട് കേട്ടോ പെന്തക്കോസ് ചർച്ചൊക്കെ ഇഷ്ടം പോലെ. വീണ്ടും നമ്മളൊരു ചെറിയ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനൊക്കെ ഓരോ പെട്ടീനും പട്ടീനും ഒക്കെയാണ് ഇവര് പറയുന്നത്. ഗ്രാമങ്ങൾക്ക് ഒരു പട്ടി കൂട്ടിയാണ് പറയാറുള്ളൂ. നമുക്ക് ആദ്യം ആ പേര് കേൾക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നും. പക്ഷെ ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണല്ലോ, ഓരോ പേരുമായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. മനോഹരമായ കളർ ഭംഗിയോട് കൂടിയുള്ള പല പല കളറുകൾ ഉപയോഗിച്ചുള്ള വീടുകളും അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു തെങ്ങിൻ തോപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇരു സൈഡിലും തെങ്ങ് മാത്രമല്ല പലതരം കൃഷികളും ഉണ്ട്. തെങ്ങിൻ തോപ്പിന്റെ ഉള്ളിൽ കൂടെ ആ സൂര്യപ്രകാശം കടന്നു വരുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച, അത് കുറച്ച് മനോഹരമായി എനിക്ക് തോന്നി. ഇവിടെയും തെങ്ങിൻ തോപ്പ് തന്നെ. ഒരു കട്ട കൊണ്ട് കെട്ടിയ ഒരു ചെറിയ ഒരു മണി ഷെഡാണെന്ന് തോന്നുന്നത്. ഈ റോഡിൽ ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെക്കാരുടെ തന്നെ അധികം വാഹനങ്ങളെ വരുന്നുള്ളൂ.
മേഘമലയുടെ കാഴ്ചകളൊക്കെ വീണ്ടും. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടോ, ഇതെല്ലാം വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നതാണ്. അതുപോലെ അത് അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കാണാം. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ ഈ തമിഴ്നാട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. റോഡ് സൈഡിലെല്ലാം പ്ലോട്ടുകൾ ഇങ്ങനെ തിരിച്ച് ഉള്ളിൽ കൂടെ റോഡുകൾ നിർമ്മിച്ച് ഒക്കെ. അതെന്നാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഈ ഫാക്ടറികൾ പോലുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ളതാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒരാളുടെ ഉടമസ്ഥതയിലുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതിനുള്ളിൽ കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. തമിഴ്നാട്ടില് എന്തെങ്കിലുമൊക്കെ കമ്പനികളോ ഫാക്ടറികളോ തുടങ്ങാനൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏരിയ മുഴുവൻ മതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കവാടങ്ങളും ഉണ്ട്. ഇതിനുള്ളിൽ എന്ത് പ്രസ്ഥാനമാണ് വരുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഫ്ലാറ്റുകളാണോ വില്ലകളാണോ വരുന്നതെന്ന് അറിയില്ല. പക്ഷെ അത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. ഇതിനുള്ളിലൊക്കെ വീടുകളോ ഫാക്ടറികളോ ഒക്കെ വന്നാലേ. ഇവരൊക്കെ ടൗണിൽ നിന്നും ഒരുപാട് വിട്ടിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ ഒരു പ്രസ്ഥാനമൊക്കെ ഉള്ളത്. ഇത് കുറെ ദൂരം ഉണ്ട് ഇങ്ങനെ ഈ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ട്. ഇവിടെയും ഒരു പ്രവേശന കവാടമൊക്കെ കാണാം. ഇനിയിപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ വീണ്ടും കമ്പം ടൗണിലേക്ക് തന്നെ ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടൊരു റോഡ് പോകുന്ന കണ്ടു. അത് എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. നമ്മളുടെ യാത്ര ഈ മുന്നോട്ടുള്ള അതേ റോഡിൽ തന്നെ. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഈ തമിഴ്നാട്ടിൽ ഞാൻ നോക്കിയിട്ട് അധികം ആൾക്കാരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. ടൂ വീലർ യാത്രക്കാർ കൂടുതലും ഹെൽമെറ്റ് ലേഡീസ് ആയിട്ടും ജെൻസ് ആയിട്ടും ആണായിട്ടും പെണ്ണായിട്ടും എല്ലാം പിള്ളേരടക്കം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവരങ്ങനെ ഓവർ സ്പീഡൊന്നും എടുക്കുന്ന ആൾക്കാരല്ല വാഹനം ഉപയോഗിച്ച്. ഇവിടെയൊക്കെ വന്ന് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവിടെ വരുമ്പോൾ നല്ല നിരന്ന റോഡൊക്കെ കാണുമ്പോൾ ആക്സിലേറ്ററൊക്കെ നല്ലപോലെ അമർത്തി അങ്ങ് വണ്ടി ഓടിക്കും. അവരുടെ സ്ഥലകാല ബോധമൊക്കെ പോയി കഴിയുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ആക്സിഡന്റും മറ്റു കാര്യങ്ങളൊക്കെ തുടരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടുകാരും അധികം ആക്സിഡന്റ് ഉണ്ടാക്കുന്നതായിട്ട് പറഞ്ഞു കേൾക്കാറില്ല. അങ്ങനെ വീണ്ടും ഒരു വീട് നിർമ്മാണം നടക്കുന്നത് കാണാം. ഒരു കൊച്ചു വില്ലേജിൽ കൂടെ എത്തിയിരിക്കുന്നു. അതും കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു വില്ലേജാണ് കേട്ടോ. കുറേയധികം ചെറിയ ചെറിയ വീടുകളും ഇടയ്ക്ക് ഓരോ കടകളും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്താൽ മതിയാവും. നമ്മളിപ്പം ഏകദേശം കമ്പം ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. കമ്പം ടൗണിന്റെ ഒരു നമ്മുടെ കുമിളി റോഡിലേക്കുള്ള ഒരു കാഴ്ചകളാണ് ഇത്. കമ്പം ടൗണിന്റെ ഹോസ്പിറ്റൽ ജംഗ്ഷനും നമ്മുടെ KSRTC കുമിളിയിൽ നിന്ന് വരുന്ന ബസ്സാണത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇപ്പം മുന്തിരിപ്പാടം കണ്ടു. എന്നാൽ അതും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ഒത്തിരി ഡയലോഗ് ഒന്നും പറയാനില്ല. നല്ല പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കൊലകൾ കണ്ടോ. ഇവിടുന്ന് ഇത് പറിച്ച് തിന്നരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതിൽ മരുന്നൊക്കെ അടിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. മുന്തിരിങ്ങ പറിച്ചാൽ 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ അധികം ആൾക്കാരുണ്ട് കേട്ടോ. മനോഹരമായ മുന്തിരിക്കുലകൾ പഴുത്ത് തുടുത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും മലയാളികളാണ്. ശനി ഞായർ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് മലയാളികൾ ഒരുപാട് ഒഴുകിയെത്താറുണ്ട്. അവരുടെ തന്നെ പുറമേ നിന്ന് ഉള്ള കുറേ പ്രസ്ഥാനങ്ങളും
മുന്തിരിത്തോട്ടത്തിൻ്റെ കാഴ്ചകളും പിന്നെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. മുന്തിരിങ്ങ കയറ്റി പോകുന്നുണ്ടോ തോട്ടത്തിൽ നിന്ന് പറിച്ച്. ഇവിടെ മുന്തിരി കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പച്ച മുന്തിരിങ്ങ ഒക്കെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ അധികം താമസിയാൽ പഴുക്കുവേ. അപ്പോൾ ഇവർ പ്രവേശനം ഈ ഒരു സൈഡിലേക്ക് ആക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. അതാണ് അതിൻ്റെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെയും നല്ല ജനത്തിരക്കാണ്. ഇവിടെ കുറച്ച് പെറ്റ്സിൻ്റെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഓരോരോ ബിസിനസ്സുകൾ ഇവിടെ, ഓരോരോ ബിസിനസ്സുകൾ. പേരക്കയുണ്ട്, മാങ്ങയുണ്ട്, കടലയുണ്ട്. ഞാൻ കുറച്ച് കടലയും പേരക്കയൊക്കെ വാങ്ങിച്ചു. നല്ല കരിക്ക്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ. 100 രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ. നല്ല തിരക്കാണ് കേട്ടോ. എന്ത് വാഹനങ്ങളാന്ന് നോക്കി. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ബിരിയാണി വേണമെങ്കിൽ അതുണ്ട്. അവരുടെ ഒരു ഷോപ്പുണ്ട്. മുന്തിരിയുടെ പല ഐറ്റംസ് അവിടെ ലഭിക്കും. ഈ മേഖല മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ മുന്തിരി തോട്ടത്തിന്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ കുമളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.